ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇറ്റ്സ് മീ ഹസീബ്. മഴയും തണുപ്പൊക്കെ ഉണ്ടാകുമ്പോഴേ മിക്കവാറും ആൾക്കാർക്ക് ശരീരവേദനയും നടുവേദനയും അതുപോലെ നീർക്കെട്ടലൊക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് പണ്ട് കാലത്ത് ഉണ്ടാക്കി കൊടുത്തിരുന്ന ഒരു നാടൻ വീട്ടുമരുന്നുണ്ട്. അതിന് പഴയ കാലത്ത് ഉലുവാപ്പാൽ എന്നാണ് പേര് പറഞ്ഞിരുന്നത്. 1/2 ഗ്ലാസ് വീതം ആഴ്ചയിൽ 2 തവണ കുടിക്കുക. ഈ നാടൻ വീട്ടുമരുന്ന് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ. ഉലുവാപ്പാൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്കറിയാമല്ലേ, ഇതിലെ മെയിൻ ചേരുവ ഉലുവയാണെന്ന്. അപ്പോൾ ഞാനിതാ ഒരു 4 സ്പൂണ് ഉലുവ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഓവർനൈറ്റ് ഇട്ട് വെച്ചതായിരുന്നു ഇത്. ഇല്ലെങ്കിൽ നമ്മൾക്കൊരു 8 മണിക്കൂറെങ്കിലും ഇത് കുതിർക്കാൻ വെക്കണം. നല്ലപോലെ 3-4 തവണ കഴുകിയതിന് ശേഷം ആ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ആ വെള്ളം പിന്നെ ഒഴിവാക്കരുത്. അതിൽ വേണം നമ്മൾക്കിത് വേവിച്ചെടുക്കാൻ. ഇപ്പോൾ ഇതാ നമ്മളെ ഉലുവ ഇവിടെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് കുക്കറിലിട്ടിട്ടും വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമ്മൾക്ക് ഇനി ഒന്ന് ചൂടാറാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്ക് ഇതിലേക്ക് നമ്മൾക്ക് ഒരു ശർക്കരപ്പാനി വേണം. ഇപ്പോൾ ഞാൻ ഈ ഒരു 4 സ്പൂണ് ഉലുവയിലേക്ക് 3 കട്ട ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നമ്മൾക്ക് മെൽറ്റാക്കി എടുക്കാം. ശർക്കര ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം ഒന്ന് തണുക്കാനായിട്ട് നമ്മൾക്ക് മാറ്റി വെക്കണം. ഉലുവ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണല്ലോ അല്ലേ. അത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയുണ്ടാവും. നമ്മളെ ശരീര സൗന്ദര്യത്തിനും മുടി വളർച്ചയ്ക്കും എല്ലാത്തിനും നമ്മൾക്ക് ഉലുവ നല്ലതാണ്. ആരോഗ്യ സംരക്ഷണത്തിനൊക്കെ നമ്മൾക്ക് ഉലുവ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ അതാ ഉലുവ നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് കുറച്ച് തേങ്ങ ഇതിലേക്ക് വേണം. തേങ്ങ നമ്മൾക്കൊന്ന് തേങ്ങാപ്പാൽ എടുത്തിട്ട് വരണം. അപ്പോൾ ഇതാ ഉലുവ നല്ല പോലെ വെന്തിട്ടുണ്ട്. കുക്കറിലൊന്നും ഇട്ട് വേവിക്കാതെ തന്നെ നമ്മൾക്ക് നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും അവിടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. അതും ഒന്ന് അവിടെ ചൂടാറാൻ മാറ്റി വെച്ച് ഇനി ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് നമ്മളെ തേങ്ങ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തേങ്ങാപ്പാൽ ആക്കി എടുക്കുന്നുണ്ട്. ഒന്ന് മിക്സിൻ്റെ ജാറിൽ ഒന്ന് കറക്കി എടുത്തിട്ട് തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ട്. ഇപ്പോൾ അതാ നമ്മളെ തേങ്ങാപ്പാലൊക്കെ ഇങ്ങനെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒക്കെ ഞാൻ അരിച്ച് മാറ്റി വെച്ച് ഇനി ആ മിക്സിൻ്റെ ജാറിൽ നമ്മളിതാ ഉലുവ ഒന്ന് അടിച്ച് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. നല്ല പോലെ അരഞ്ഞൊന്നും വേണ്ട, ഒന്നിട്ട് കറക്കിയെടുത്താൽ തന്നെ നല്ല അരഞ്ഞ് കിട്ടും. അപ്പോൾ ഉലുവ കൂടി നമ്മൾക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. കർക്കിടക മാസത്തിൽ നമ്മൾക്കിത് 7 ദിവസമെങ്കിലും കുടിക്കണം എന്നാണ്. 7 ദിവസം ഇല്ലെങ്കിൽ 5 ദിവസമെങ്കിലും കുടിക്കണം. അത് രാത്രി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ കിടക്കുന്ന ടൈമിലാണ് നമ്മളിത് കുടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കർക്കിടക മാസം കഴിയുന്ന മുന്നേ തന്നെ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഇതൊന്ന് കുടിക്കണം. നമ്മൾക്ക് നമ്മളെ കൈക്കും കാലിനും ഒക്കെ നല്ല ആരോഗ്യവും ബലവും ഒക്കെ കിട്ടാനും നീർക്കെട്ടൊക്കെ മാറി കിട്ടാനൊക്കെയാണ്. അപ്പോൾ ഇതാ ഞാൻ മിക്സിയിൽ ഉലുവ അരച്ചിട്ടുണ്ട്. ഉലുവ അരച്ചതിലേക്ക് തേങ്ങാപ്പാൽ എടുത്തതിൽ പകുതി ഒന്ന് ചേർത്തിട്ട് ഇതാ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടി ഉണ്ടാവും കേട്ടോ ഉലുവ. അപ്പോൾ നമ്മൾക്കത് പേടിക്കൊന്നും വേണ്ട. തേങ്ങാപ്പാലും ശർക്കരയൊക്കെ നമ്മൾക്ക് അതിലേക്ക് ചേർക്കാനുള്ളതാണല്ലോ. അപ്പോൾ അത് ഞാൻ മിക്സിയിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അതുകൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ നമുക്ക് ഈ ഒരു പാകത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നല്ലപോലെ തിളക്കൊന്നും വേണ്ട കേട്ടോ, ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. തിളച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചല്ലേ പിരിഞ്ഞ് പോകാനൊക്കെ സാധ്യത ഉണ്ടാവും. അപ്പോൾ ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ അതൊന്ന് ചൂടായപ്പോൾ കുറച്ച് ഉപ്പ് കൂടി നമ്മൾ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കർക്കിടക മാസത്തിൽ ഉണ്ടാക്കി കുടിക്കാത്തവരൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കുടിക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ എനിക്ക് ഈ ഒരു ടൈമിൽ പറയാനുള്ളത്, പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക. ഇപ്പോൾ അതാ ഞാനതിലേക്ക് ശർക്കരയും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ശർക്കര ഇതിലേക്ക് മധുരം കറക്റ്റായിട്ടുണ്ടായിരുന്നേ. ആ 3 ശർക്കര നല്ല കറക്റ്റായിരുന്നു. കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് ഒരു ശർക്കരയും കൂടി എടുത്തിട്ട് അങ്ങനെ ഒഴിക്കുക. ഇപ്പോൾ അതാ ഞാൻ 1.5 കപ്പ് ശർക്കര പാനി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്യുക. ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി, തിളപ്പിക്കൊന്നും വേണ്ട. ബാക്കിയുള്ള കുറച്ച് തേങ്ങാപ്പാൽ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ലാസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി നമ്മൾക്കിത് ചെറിയ ചൂടോട് കൂടി തന്നെ നമ്മൾക്ക് കുടിക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ ഉലുവാപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കാത്തവർ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നല്ല പോലെ ഇങ്ങനെ ഇതുപോലെ ഇളക്കിയിട്ട് വേണം എടുക്കാൻ. ആ ഉലുവേൻ്റെ ഇതൊക്കെ ഇങ്ങനെ മീതെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നല്ല പോലെ ഒന്ന് ഇളക്കുക. എന്നിട്ട് നമ്മൾക്ക് അത് ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഒഴിച്ചാൽ മതി. അപ്പോൾ ഇതിവിടെ വീട്ടിൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ
പ്രസവിച്ചാലൊക്കെ നമ്മൾക്ക് ഈ ഒരു ഉലുവാപ്പാൽ ഉണ്ടാക്കി തരും. പിന്നെ ഇപ്പോൾ കർക്കിടക മാസത്തിലായാലും അതുപോലെ ഞാറ്റുവേല ആ ഒരു ടൈമിലൊക്കെ നമ്മൾ ഇത് ഉണ്ടാക്കി കുടിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉലുവ ഇട്ടിട്ട് നമ്മൾക്ക് എണ്ണ കാച്ചിട്ട് തലയിൽ തേക്കാം അല്ലേ. നമ്മൾ ചെമ്പരത്തിപ്പൂവ് അതൊക്കെ ഇട്ടിട്ട് എണ്ണ കാച്ചുന്നതിൽ ഉലുവ അരച്ച് പേസ്റ്റാക്കി കൂട്ടാറുണ്ട് എണ്ണ കാച്ചുന്നതിലൊക്കെ. പിന്നെ നമുക്ക് ഫേസ് പാക്ക്, മെയിനായിട്ട് ഫേസ് പാക്കാണ്. ഞാനൊക്കെ ഉലുവ കൊണ്ടൊക്കെ ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കി തേക്കാറുണ്ട്. അപ്പോൾ നമ്മളെ ഉലുവാപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉലുവ കയ്പോ ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.